ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന വിഷയമാണ്. അവിടെ നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രഥമമായ അറിവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയ നീതി. 3, നാം കൃപയാൽ നീതീകരിക്കപ്പെട്ടു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ഇവിടെ നീതീകരണത്തിന്റെ മാർഗങ്ങൾ, അല്ലെങ്കിൽ ദൈവം മുൻപാകെ മനുഷ്യന് തന്റെ സ്വയം പ്രവൃത്തി കൊണ്ട് നീതീകരണം ലഭിക്കുകയില്ല. യെശയ്യാപ്രവചനം 64:6 പറയുന്നത് മനുഷ്യന്റെ നീതി പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണികൾ പോലെ അത്രേ എന്ന് നാം വായിക്കും. യഹൂദന്മാരെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിന് നീതിയിൽ ആശ്രയിച്ച് പരാജയപ്പെട്ടു. എന്നാൽ റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. 10-4 വാക്യം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫേസ്യർ 1:7. എന്നാൽ റോമാലേഖനം 3:24 നാം ചേർത്ത് പഠിക്കുമ്പോൾ ആ വീണ്ടെടുപ്പ് മൂലം നമുക്ക് നീതീകരണവും ലഭിച്ചു. നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു. അപ്പോൾ തന്നെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവം എന്ന് 1 യോഹന്നാന്റെ ലേഖനം 1:9 കാണുവാൻ കഴിയും. അങ്ങനെ നീതീകരണം യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയാൽ ആധേയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 1:30 പറയുന്നത്, ദൈവത്തിൽ നിന്ന് ക്രിസ്തു നിങ്ങൾക്ക് നീതിയും വീണ്ടെടുപ്പും ശുദ്ധീകരണവും ആയിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഏക വസ്തുത എന്ന് പറയുന്നത് ഈ നീതി നമ്മുടെ പ്രവൃത്തി കൊണ്ടോ യോഗ്യത കൊണ്ടോ മെറിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നാം നേടിയെടുക്കുന്നതോ നമുക്ക് ലഭിച്ചതോ അല്ല. ക്രിസ്തുവിന്റെ നീതിയാണ്. ആ നീതി നമ്മുടെ മേൽ കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കൾ, ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിന് മഹത്വം നൽകുവാനും നമുക്കിടയായി തീരണം. കാരണം നാം തികച്ചും ഇതിന് അനർഹരായിരുന്നു. ഒരു ആനുകൂല്യവും ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ നമുക്ക് യോഗ്യതകളില്ലായിരുന്നു. പക്ഷേ തക്ക സമയത്ത് ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. യേശു കാൽവറിയിൽ തന്റെ സ്നേഹത്തെ നമ്മളോട് പ്രദർശിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ വസ്തുതകൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ കേവലം പ്രഭാതങ്ങളിൽ കേൾക്കുന്ന ഒരു മോർണിംഗ് മെസ്സേജിനേക്കാൾ ഉപരി ഈ ചിന്തകൾ ഒരു ആത്മീയ വെളിപ്പാടുകളാണ്. തിരുസന്നിധി എന്ന പ്രോഗ്രാമിൽ നാം കൂടുതലും പഠിക്കുന്നതും ചിന്തിക്കുന്നതും പുതിയ നിയമത്തിന്റെ ആത്മീയ സത്യങ്ങളാണ്. അതുകൊണ്ട് പഴയ നിയമഭാഗങ്ങൾ നാം പ്രസംഗിക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്യുന്നില്ല എന്നർത്ഥമില്ല. എന്നാൽ സിയോനിലേക്ക് പോകുന്ന പുതിയ യെരൂശലേമിനെ നോക്കി കണ്ടുകൊണ്ട് സ്വർഗീയമായതിനു വേണ്ടി, ഇളകാത്ത രാജ്യത്തിനു വേണ്ടി, ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടിക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ദൂതാണ്, അല്ലെങ്കിൽ മണവാട്ടി സഭയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മെസ്സേജ്, അവരുടെ ഒരുക്കം, അതിനുവേണ്ടിയുള്ള തിടുക്കം, മുൻപോട്ട് പോകാനുള്ള വേഗത, അതിനെ വർദ്ധിപ്പിക്കുന്ന ദൂതുകളാണ് ഓരോ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത്. ഇനി നാം വീണ്ടും പഠിക്കുന്നത് നീതീകരണം ദൈവത്തിന്റെ കൃപയാലാണ്. പ്രിയമുള്ളവരെ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ് നാം പഠിച്ചു കഴിഞ്ഞു. അത് വിലയേറിയതാണ്. വില കൊടുക്കുവാൻ നമുക്ക് ഒരിക്കലും പ്രാപ്തിയില്ല. അർഹമായത് നൽകുവാൻ അപ്രാപ്തരായവർക്ക് അനർഹമായത് ദാനമായി നൽകുന്നത് കൃപയാൽ മാത്രമാണ്. തീത്തോസിന്റെ ലേഖനം 3:5-6 വാക്യങ്ങൾ. അതിനാൽ സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവർ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് ഗലാത്യ ലേഖനം 5:4 നാം വായിക്കുന്നു. ന്യായപ്രമാണം പ്രവർത്തിച്ചു തീർക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ കൃപയുടെ പ്രമാണം സകലവും നിവർത്തിച്ചു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയാണ്. നാം ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങി ബില്ല് ലഭിച്ചു കഴിയുമ്പോൾ ആ ബില്ലിൽ അടങ്ങിയിരിക്കുന്ന തുക മൊത്തം കൊടുത്തു തീർത്ത് കഴിയുമ്പോൾ ആ ബില്ലിന് കുറുകെ പെയ്ഡ് ഇൻ ഫുൾ, മുഴുവനും കൊടുത്തു തീർത്തു എന്നൊരു സീൽ സാധാരണയായി പതിക്കാറുണ്ട്. അതുപോലെ നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ക്രൂശിലെ മൊഴിയിലൂടെ സകലവും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തു തീർത്തു കഴിഞ്ഞു, സകലവും നിവർത്തിച്ചിരിക്കുന്നു. മൂലഭാഷയിൽ ഈ പദത്തിന് ടെറ്റലിസ്റ്റായി എന്നർത്ഥം വരുന്ന പൂർണ്ണമായി കൊടുത്തു തീർത്തു. ഇനി അതിന്മേൽ ആരും ഒന്നും കൊടുത്ത് തീർക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ നാം പകരമായി ഒന്നും ചെയ്ത് വീട്ടേണ്ടതായിട്ടില്ല എന്നാണ് അതിന്റെ സാരം. അങ്ങനെ ക്രിസ്തുയേശുവിലൂടെയുള്ള കൃപയിൻ പ്രമാണം സ്ഥാപിക്കപ്പെട്ടു. ഇനിയും ആരും ആ രക്ഷയ്ക്ക് വേണ്ടി നോയമ്പോ, കൂദാശകളോ, കർമാചാരങ്ങളോ, തീർത്ഥയാത്രകളോ, പെരുന്നാളുകളോ, ബലിയോ, സൽപ്രവൃത്തിയോ, ത്യാഗങ്ങളോ ഒന്നും ചെയ്ത് തീർത്ത് നീതിമാനാകാൻ ശ്രമിക്കേണ്ട. അങ്ങനെ നാം വീണ്ടും ചെയ്താൽ അത് ദൈവത്തിന്റെ കൃപയെയും ക്രിസ്തുവിന്റെ ത്യാഗത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. നാം ഇനിയും പഠിക്കുന്നത് നീതീകരണം വിശ്വാസത്താലാണ്, ബൈ ഫെയ്ത്ത്. നാം കൃപയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും നീതീകരണം നാം സ്വായത്തമാക്കേണ്ടത് വിശ്വാസത്താൽ അത്രേ. ദൈവം നൽകുന്ന ഈ ദാനത്തെ സ്വീകരിക്കാനായി നീട്ടപ്പെടുന്ന കരമാണ് വിശ്വാസം. റോമാലേഖനം പഠിക്കുന്നത് നമുക്കറിയാം. വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ് റോമാലേഖനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാണ്
നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:9. അങ്ങനെ വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നു. പ്രവൃത്തികൾ 13:39. പഴയ നിയമഭക്തനായ നോഹ പോലും വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. എബ്രായർ 11:7. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് നാം അറിയുകയും അതിന് കീഴ്പ്പെടുകയും വേണം. റോമർ 10:3. പ്രിയമുള്ളവരെ, പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിന്റെ അനുസരണത്തെ നമ്മുടെ അനുസരണമായും അവന്റെ മരണത്തെ നമ്മുടെ മരണമായും അവന്റെ നീതിയെ നമ്മുടെ നീതിയായും കണക്കിട്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നത്.